ഇപ്പോഴത്തെ മെയിൻ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഇവിടെയൊക്കെ തിരക്കും കാര്യങ്ങളായിട്ട് ഒരുപാട് ഇഷ്യൂസ് ഉണ്ട്. കസ്റ്റമർ കംപ്ലൈന്റ് ഉണ്ട്, ബസ്സുകാർക്ക് ഒരുപാട് ബുദ്ധിമുട്ടായിട്ടുള്ള. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. കുറ്റിപ്പുറത്ത് ചോറും മീനും റെസ്റ്റോറൻറ്റ് വളരെ നല്ല റെസ്റ്റോറൻ്റ് ആണ്. നല്ല ഫുഡൊക്കെ കൊടുക്കുന്ന റെസ്റ്റോറൻ്റ് ആണ്. നല്ല ടേസ്റ്റ് ആണെന്നൊക്കെയാണ് പറയുന്നത്. സെലിബ്രിറ്റികൾ അടക്കം പോയി ആഹാരം കഴിക്കുന്നതാണ്. ഓവർ പ്രൈസ് ആണെന്നൊക്കെയുള്ള വലിയൊരു ആരോപണം മറുഭാഗത്തുണ്ടെങ്കിലും ഭയങ്കര തിരക്കാണ്. അപ്പോൾ ഈ റെസ്റ്റോറൻറ്റുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം ഉണ്ടായ വലിയ വിവാദം എന്ന് പറയുന്നത് റെസ്റ്റോറൻറ്റിൻ്റെ അകത്ത് വലിയ പൊരിഞ്ഞ അടി. നാളിതുവരെ കാണാത്ത രീതിയിൽ, പ്രത്യേകിച്ച് നമ്മുടെ കൊല്ലം ഏരിയയിലാണ് ഇതുപോലെ അടി നടക്കുന്നത്. പക്ഷേ ഇതാദ്യമായിട്ട് കുറ്റിപ്പുറത്ത്, കൊല്ലമല്ലാതൊരു സ്ഥലത്ത് ഈ രീതിയിൽ നിസ്സാര കാര്യത്തിന് കൊല്ലംകാരെ വെല്ലുന്ന രീതിയിൽ പൊരിഞ്ഞ അടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിയുടെ ചന്തയെന്ന് പറയാം. ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ഒരുപാട് വീഡിയോ പ്രചരിക്കുന്നുണ്ട്. അതായത് എഡിറ്റഡ് വീഡിയോ ആണ്, മിക്കത് എഡിറ്റഡ് വീഡിയോ ആണ്. വലിയൊരു ഭാഗം ആളുകൾ ഈ ഒരു റെസ്റ്റോറൻറ്റിനെ, ആ റെസ്റ്റോറൻറ്റ് തൊഴിലാളികളെ, മുതലാളിയൊക്കെ കുറ്റപ്പെടുത്തിക്കൊണ്ട് അടിയും ചോറും, മീനും ചോറും എന്നുള്ള മാറ്റി അടിയും ചോറും അത്തരത്തിൽ വലിയ രീതിയിൽ പ്രചരിപ്പിക്കുന്നുണ്ട്. ചിലരെങ്കിലും റെസ്റ്റോറൻറ്റുകാരുടെ ഭാഗത്താണ് ന്യായം എന്നുള്ള രീതിയിൽ വീഡിയോ പ്രചരിപ്പിക്കുന്നുണ്ട്. നീലക്കുയിലൊക്കെ അത്തരം വീഡിയോ വന്നിട്ടുണ്ട്. അതിന് താഴെ സമ്മിശ്രമായ തെറി കമൻറ്റുകൾ ഒക്കെ വന്നിട്ടുണ്ട്. എനിവേ, ഇവിടെ എന്താണ് സംഭവിച്ചത്, യാഥാർത്ഥ്യം എന്താണെന്നുള്ള കാര്യം വിശദമായി പരിശോധിക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് ആദ്യം വീഡിയോ കാണുന്നവർ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത്, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത്, വീഡിയോ ഒന്ന് ഹൈപ്പ് ചെയ്ത്, ഫേസ്ബുക്കിൽ കാണുന്നവർ പേജ് ഒന്ന് ഫോളോ ചെയ്ത്, ഇൻസ്റ്റാഗ്രാമും ഫോളോ ചെയ്ത് കാണാൻ ശ്രമിക്കുക. ഈ ഒരു വീഡിയോ മുഴുവനായിട്ട് നമുക്ക് യൂട്യൂബിൽ ഉൾക്കൊള്ളിക്കാൻ പറ്റത്തില്ല. അടിയുടെ വിഷയം ഉള്ളതുകൊണ്ട് മുഴുവനായിട്ട് പറ്റത്തില്ല. ഞാൻ ഇൻസ്റ്റഗ്രാമിൽ ആ മുഴുവൻ വീഡിയോ വെക്കാം. ഈ ഒരു സംഭവം പ്രഥമ ദൃഷ്ടിയെ കാണുമ്പോഴത്തേന് ആർക്കും ഈ ഹോട്ടലുകാരോടൊരു വിരോധം തോന്നിയേക്കാം. ഈ രീതിയിൽ 100 രൂപയ്ക്ക് വേണ്ടി ഒരു കസ്റ്റമർ പ്രശ്നം ഉണ്ടാക്കിയാൽ പോലും ഈ രീതി തല്ലി ചതയ്ക്കാൻ പാടില്ല. അതായത് ആ ഒരു പഹയനെ ഇനി എണീറ്റ് അടക്കാൻ പറ്റാത്ത രീതിയിൽ, ഓന് തല്ലുള്ള ശേഷിയൊക്കെ ഉള്ളൊരു പഹയനാണ്, നല്ല തടിയൊക്കെ ഉള്ളൊരു പഹയനാണ്. ഓനെ ഇനി എണീറ്റ് അടക്കാൻ ശേഷിയില്ലാത്ത രീതിയിൽ തല്ലി ചതച്ച് ഇഞ്ചിപ്പരുവാക്കിയിരിക്കുകയാണ്. ഓൻ ഹോസ്പിറ്റലാവാൻ തന്നെയാണ് ചാൻസ്. ഓനൊരു 6 മാസത്തേക്ക് നല്ല രീതിയിൽ എണീറ്റ് നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അത്രയും അധികം അടി ആ ഒരു പഹേനെ കിട്ടിയിട്ടുണ്ട്. ഇവിടെ എന്താണ് സംഭവിച്ച ആ ഒരു വീഡിയോ വളരെ കൃത്യമായി നമ്മൾ വീക്ഷിക്കുകയാണെങ്കിൽ ഒരു കാര്യം നമുക്ക് മനസ്സിലാവും. വലിയൊരു വിഭാഗം ഹോട്ടലുകാരെ കുറ്റപ്പെടുത്തുന്നുണ്ട്. അവർ മനസ്സിലാക്കേണ്ടത്, ആ ഒരു വീഡിയോ നിങ്ങൾ സൂക്ഷിച്ചു നോക്കുക. അതായത് 100 രൂപ ബില്ലിൽ കൂടുന്നു, ഈ ഒരു പഹയൻ വലിയ രീതിയിൽ വാഗ്വാദം നടത്തുന്നു. മറ്റുള്ളവരൊക്കെ വളരെ സൈലൻ്റായി, ഓൻ്റെ കൂടെ വന്ന ഓൻ്റെ ഒപ്പരം വന്നവരൊക്കെ വളരെ സൈലൻ്റായി കഴിച്ചുകൊണ്ടിരിക്കുന്നു. ഓനിക്ക് ആ ഒരു ബില്ലിൽ ഉള്ള ആ ഒരു 100 രൂപയുടെ വ്യത്യാസം കാരണം വലിയ രീതിയിൽ പ്രകോപനാകുന്നു. 1 by 1 ആയിട്ട് ഓൻ ഓരോ സ്റ്റാഫുമായിട്ട് സംസാരിക്കുന്നു. അതിനുശേഷം ഒരു ചുവപ്പെടുപ്പിട്ട ആ ഒരു പഹയൻ, അവിടുത്തെ ക്യാപ്റ്റനോ മറ്റോ ആയിരിക്കാം, ഓൻ വരുന്നു, ഓനോട് തട്ടിക്കയറുന്നു. ഓൻ ആ വിഷയം സോൾവ് ചെയ്യാൻ വേണ്ടി പരമാവധി ശ്രമിക്കുന്നു. ആ ഒരു പോർഷൻ പലരും എഡിറ്റ് ചെയ്തിരിക്കുകയാണ്. അതായത് അടി എന്തുകൊണ്ട് തുടങ്ങി, ആരാണ് അടിയുടെ പ്രധാന കാരണക്കാരൻ എന്നുള്ള ആ ഒരു പോർഷൻ എഡിറ്റ് ചെയ്തിരിക്കുകയാണ്. ശ്രദ്ധിച്ച് കണ്ടു കഴിഞ്ഞാൽ ഈ ഒരു തടിയനായ ഒരു പഹയൻ നിരന്ന് വാങ്ങിയ ഒരു അടിയാണെന്ന് വ്യക്തമായി മനസ്സിലാവും. അതായത് ഓനൊരു ദേഷ്യക്കാരനാണ്. ഓൻ്റെ ദേഷ്യം കൺട്രോൾ ചെയ്യാൻ കഴിയാതെ വരുമ്പോൾ ഓൻ്റെ ഒപ്പരം വന്ന ആളുകളുടെ മുന്നിൽ ഒന്ന് ഹീറോ ആവാനായിരിക്കാം. ലഹരിക്ക് അടിമകളാണെന്ന് പറയുന്നുണ്ട്. എനിക്ക് തോന്നുന്നില്ല ലഹരിക്ക് അടിമയാണെന്ന് എനിക്ക് ഒട്ടും തോന്നുന്നില്ല. ആ ഒരു ഗ്രൂപ്പിനെ കണ്ടിട്ട് ലഹരി ഉപയോഗിക്കുന്ന ആ ഒരു ഏജായിട്ട് എനിക്ക് തോന്നുന്നില്ല. അത്യാവശ്യം പ്രായമുള്ള ആൾക്കാരാണ്. അപ്പോൾ ഈ ഒരു പഹയനിക്ക് വലിയ പ്രകോപിതനായി ഓൻ യവനെ 3 തവണ, നിങ്ങൾ ശ്രദ്ധിക്കുക, 3 തവണ പിടിച്ചു തെള്ളുന്നുണ്ട്. 3ാമത് തവണ പിടിച്ചു തെള്ളുമ്പോഴാണ് ഇവർ ഓനെ കയ്യേറ്റം ചെയ്യാൻ പോകുന്നത്. കാരണം ഈ ഒരു വിഷയം കയ്യിൽ നിൽക്കില്ല എന്ന് അവർക്ക് മനസ്സിലായിട്ട്, അതായത് ആ രീതിയിൽ പ്രതികരിക്കുന്ന ഒരു കസ്റ്റമറെ എങ്ങനെയാണ് ഇവർ സാന്ത്വനിപ്പിക്കുക? പിടിച്ചു തെള്ളുകയാണ് 3 വട്ടം. ഈ ഒരു വെയിറ്ററാണെന്ന് തോന്നുന്നല്ലേ, ക്യാപ്റ്റൻ ആയിരിക്കാം, പിടിച്ചു തെള്ളുകയാണ്. ഹോട്ടലിൽ ജോലി ചെയ്ത ഒരു എംപ്ലോയിക്ക് തീർച്ചയായും ആ ഒരു ബുദ്ധിമുട്ട് മനസ്സിലാവും. പ്രത്യേകിച്ച് ഇതുപോലെ തിരക്കുള്ള ഹോട്ടലുകളിൽ സെർവ് ചെയ്യാൻ നിൽക്കുന്നവരുടെ അവസ്ഥ. ഇവരുടെ ആരുടെയും ഉടമസ്ഥയിലുള്ള ഹോട്ടലല്ല, അവിടെ പല റേറ്റ് വിടും. ആ ഒരു വിഷയത്തിൽ എന്തെങ്കിലും വിഷയം ഉണ്ടെങ്കിൽ ക്യാഷ് എടുത്ത് പോയി പറയുക, അല്ലെങ്കിൽ അതിൻ്റെ മോലാളിയോടുണ്ടെങ്കിൽ മോലാളിയോട് പറയുക. അതുമായി ബന്ധപ്പെട്ട ആളുകളോട് പറയാതെ ഈ സെർവ് ചെയ്യാൻ നിൽക്കുന്ന പാവപ്പെട്ട തൊഴിലാളികളുടെ മണ്ടയ്ക്ക് കയറുന്നത് അങ്ങേയറ്റം തന്തയില്ലായ്മയാണ്. അതിനെ ഒരു രീതിയിലും അതിനോട് യോജിക്കാൻ പറ്റത്തില്ല. അവർക്ക് ഈ ബില്ല് കുറയ്ക്കാൻ പറ്റുമോ? അവരവിടെ സാധാരണ നിലയ്ക്ക് നിൽക്കുന്ന എംപ്ലോയീസാണ്. ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടി അല്ലെങ്കിൽ ഒരു ദിവസത്തെ കൂലിക്ക് വേണ്ടി നിൽക്കുന്ന എംപ്ലോയീസാണ്. അപ്പോൾ അവരെ ഈ ഒരു വിഷയത്തിൽ അവരെ കയ്യേറ്റം ചെയ്യാൻ ശ്രമിക്കുന്നത് സാധാരണ മനോനിലയുള്ള ഒരാളെ ചെയ്യത്തില്ല. ഇനിയെങ്കിലും മനസ്സിലാക്കുക. പ്രത്യേകിച്ചും ഈ വിളമ്പാൻ നിൽക്കുന്ന ഇതുപോലുള്ള തിരക്കുള്ള റെസ്റ്റോറൻറ്റുകളിൽ വിളമ്പാൻ നിൽക്കുന്ന പുരുഷന്മാരായിക്കോട്ടെ, ഇപ്പോൾ ഒരുപാട് സ്ത്രീകളുണ്ട്, അവിടെ സ്ത്രീകളുണ്ട്. അവരൊക്കെ ഈ ഒരു ഉച്ച സമയത്തൊക്കെ
അത്രയും അധികം റഷ് വരുമ്പോഴത്തേനും അവരൊക്കെ വിശന്ന് പൊരിഞ്ഞ്, അതായത് കണ്ണ് പോലും കാണാൻ വയ്യാതാണ് റെസ്റ്റോറൻറ്റിലെ ഈ എംപ്ലോയീസ് നിൽക്കുന്നത്. അവരേതാണ്ട് 3 മണിക്ക് 4 മണിക്കൊക്കെ ആയിരിക്കും എന്തെങ്കിലും കഴിക്കുന്നത്. അപ്പം അവരുടെ കിളി പറന്ന് കണ്ണ് പോലും കാണാൻ വയ്യാതാണ് ഈ പറഞ്ഞ തിരക്കിനിടയിൽ കിടന്ന് ഇങ്ങനെ സെർവ് ചെയ്യുന്നത്. ഏതൊരു റെസ്റ്റോറൻറ്റിൽ ജോലി ചെയ്ത വ്യക്തിയോടും ചോദിച്ചു കഴിഞ്ഞാൽ അവർ ആ ഒരു മാനസികാവസ്ഥ പറയും. അത്രയും അധികം മൂർധന്യാവസ്ഥയിൽ, അതായത് കറികളുമൊക്കെ ഇങ്ങനെ ഓരോരുത്തരും ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനനുസരിച്ച് ഓർഡർ എടുക്കണം, കൊടുക്കണം, വീണ്ടും റഷ് വരും. റഷുള്ള ഹോട്ടലിൽ ജോലി ചെയ്യുന്നത് എനിക്ക് തോന്നുന്നത് അതുപോലൊരു സാഹസികത വേറെ ഇല്ല. ഞാൻ സ്റ്റാർ ഹോട്ടലിലൊക്കെ ജോലി ചെയ്ത ഒരാളാണ്. അവിടെ എത്ര റഷൊന്നും വരാറില്ല. പക്ഷേ എന്നാലും നമുക്ക് ഊഹിക്കാം, അത്രയും ഒരു ഹെഡേക്ക് കൊടുക്കുന്ന ഒരു പരിപാടി വേറെ ഇല്ലെന്നാണ് എൻ്റെ അഭിപ്രായം. ആ ഒരു പരുവത്തിൽ നിൽക്കുന്ന ആൾക്കാർ കയ്യേറ്റം ചെയ്യാൻ പോകും. പ്രത്യേകിച്ച് നമുക്ക് ഭക്ഷണം സെർവ് ചെയ്ത് തരുന്ന ഈ പഹയന്മാരെ കയ്യേറ്റം ചെയ്യാൻ പോകുന്ന അങ്ങേയറ്റം ചെറ്റത്തരമാണ്. ഒരിക്കലും അവരെ കയ്യേറ്റം ചെയ്തുകൊണ്ട് എന്ത് നേടാനാണ്? വിഷയം ഉണ്ടെങ്കിൽ ഈ പറഞ്ഞ കണക്ക് മുതലാളിയോടോ ക്യാഷറിലോ വന്ന് മര്യാദയ്ക്ക് സംസാരിച്ച് സോൾവ് ആക്കാൻ പറ്റുന്ന ഈ ഒരു വിഷയത്തിൽ 100 രൂപയ്ക്ക് വേണ്ടി ഇതുപോലെ അടികൊണ്ട് ചതയേണ്ട ഒരവസ്ഥ രാജ്യം നടുങ്ങുന്ന ഒരു വീഡിയോ ആയി മാറി. മറ്റുള്ള ചാനലുകളിലടക്കം, മറ്റ് സംസ്ഥാനങ്ങളിലടക്കം ഈ ഒരു വീഡിയോ വന്നിട്ടുണ്ട്, വൈറലായി. തമിഴ്നാട്ടിലും തെലുങ്കിലുമുള്ള ചാനലുകളിൽ പോലും ഈ ഒരു വിഷയം വന്നിട്ടുണ്ട്. വലിയ രീതിയിൽ കുറ്റിപ്പുറം ഹോട്ടലിൽ ഭക്ഷണത്തിന് വേണ്ടി അടി നടക്കുന്നു എന്നാണ് അതിൻ്റെ ഒരു ക്യാപ്ഷൻ വന്നിരിക്കുന്നത്. ഏറെ ദുഃഖകരമായ ഒരവസ്ഥ. ഇതുപോലൊരവസ്ഥ ഒരു നാട്ടുകാർക്കും ഉണ്ടാവല്. കൊല്ലംകാരെയും വെല്ലുന്ന രീതിയിൽ ഒരു ഫൈറ്റാണ് നടന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു വിഷയത്തിൽ ഇവരെ തെറിവിളിക്കുന്ന ഹോട്ടലുകാരെ തെറിവിളിക്കുന്ന ആളുകൾ മനസ്സിലാക്കേണ്ടത്, ഒരു ഹോട്ടലിൽ നമ്മൾ കയറി ഈ ഒരു വിഷയം കൊണ്ട്, അതായത് റേറ്റിൻ്റെ പേരിൽ അവിടെ ഒരാളെ ഉന്താനോ പിടിച്ചുകൊള്ളാനോ പോലും ഒരു എംപ്ലോയിക്ക് ഒന്നും ചെയ്യാൻ സാധിക്കത്തില്ല. അത് നിങ്ങൾ മനസ്സിലാക്കുക. ആ എംപ്ലോയിയെ സംബന്ധിച്ച് അവനൊരു സാധാരണക്കാരനായ ഒരു എംപ്ലോയിയാണ്. ഓനിക്ക് ആ ഒരു ഹോട്ടലിലെ ഒരു കാര്യത്തിലും ഊന് തീരുമാനിക്കാനുള്ള ഒരു പവറും ഇല്ല. അത് മനസ്സിലാക്കുക. മര്യാദയുടെ ഭാഷയിൽ പറയുക. സാമാന്യ ബോധമുള്ള ഒരുത്തനും ഈ ഒരു പരിപാടി ചെയ്യത്തില്ല. ഇനിയെങ്കിലും ഇത് ആരും ആവർത്തിക്കാതിരിക്കുക. ഏറെ ദുഃഖകരമായ അവസ്ഥ. എനിവേ, ഈ ഒരു ഹോട്ടലിൽ കൂടുതൽ സെക്യൂരിറ്റിക്ക് വേണ്ടി ഏതാണ്ട് 6-7 സെക്യൂരിറ്റിയാണ് നിർത്തിയിരിക്കുന്നത്. ആ ഒരു വീഡിയോടെ ഞാൻ വെക്കാം. പോലീസിൻ്റെ അടക്കം സപ്പോർട്ട് ഇവർക്കുണ്ട്. അതായത് ഇവരുടെ ഭാഗത്ത് തെറ്റില്ല എന്ന് പ്രേക്ഷകർ ഒരുപാട് പേര് ഈ ഹോട്ടലുകാരെ തെറി പറയുന്നുണ്ടെങ്കിലും ഇവരുടെ ഭാഗത്ത് തെറ്റില്ലെന്ന് പോലീസിന് മനസ്സിലായിട്ടുണ്ട്. പോലീസിൻ്റെ സപ്പോർട്ടും ഉണ്ട്. പോരാത്തതിന് ഇവന്മാർ ഇനി ആക്രമിക്കാൻ വരുമോ എന്നുള്ള ഭയം കൊണ്ട് 7ഓളം സെക്യൂരിറ്റിയാണ് നിർത്തിയിരിക്കുന്നത്. ആ ഒരു വീഡിയോ ഒന്ന് കാണുക. ഇപ്പോഴത്തെ മെയിൻ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെയൊക്കെ തിരക്കും കാര്യങ്ങളായിട്ട് ഒരുപാട് ഇഷ്യൂസ് ഉണ്ട്. കസ്റ്റമർ കംപ്ലൈന്റ് ഉണ്ട്, ബസ്സുകാർക്ക് ഒരുപാട് ബുദ്ധിമുട്ടായിട്ടുള്ള വിഷയങ്ങളുണ്ട്, അതേപോലെ തന്നെ നാട്ടുകാർക്ക് വണ്ടിക്ക് പോകുമ്പോൾ ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട്. അപ്പോൾ അതൊക്കെ സോൾവ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഓൾറെഡി ഇവിടെ 2 പേര് ഇപ്പോൾ ഓൾറെഡി ഉണ്ട് നമ്മൾ. പക്ഷേ അതൊന്നും കൂടെ ആയിട്ട് ആക്റ്റീവായിട്ട് ഇവിടുത്തെ കാര്യങ്ങൾ സോൾവ് ആക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഇത്രയും ആളുകൂടെ നമ്മൾ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. കോളുകളും കാര്യങ്ങളൊക്കെ തന്നെ പോലീസ് സ്റ്റേഷനായിട്ട് ബന്ധപ്പെട്ട് വരും. നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആളുകളെ പരമാവധി നേരെ ഫ്രണ്ട് കറക്കാതെ മുന്നിലേക്ക് പോകാനുള്ള കാര്യങ്ങൾ ചെയ്ത് കൊടുക്കാൻ പറ്റും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ തന്നെ പരമാവധി ബ്ലോക്ക് കുറയ്ക്കാൻ വേണ്ടി കഴിയും. അപ്പോൾ ആളുകളോട് ഇടപെടുമ്പോൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യമാണ് നിങ്ങൾ പറയുന്നത് പോലെയാണോ ഞങ്ങൾ ഇടപെടുന്നതൊക്കെ ചോദിക്കും. അപ്പോൾ നമ്മളുടെ ഒരു ഇടപെടുന്ന രീതിയും കൂടെ അതിനനുസരിച്ച് പൊളൈറ്റ്നസ് ഉണ്ടായാൽ. അപ്പോൾ നമ്മളെന്താ ചെയ്യേണ്ടത് വെച്ചാൽ പരമാവധി എത്രയും പെട്ടെന്ന് ഇവിടെ നമ്മളെ ഫ്രണ്ടിലുള്ള വണ്ടികൾ ഒഴിവാക്കിയിട്ട് ഇവിടേക്ക് ഇറങ്ങാനുള്ള ആൾക്കാരെ ഇവിടെ ഫ്രണ്ടിൽ പെട്ടെന്ന് ഇറക്കി. 7 സെക്യൂരിറ്റിക്ക് ശമ്പളം കൊടുക്കേണ്ടുന്നൊരവസ്ഥ വന്നിരിക്കുന്നു. ഹോട്ടലിൽ ഒരുപാട് കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. ഈ അടികൊണ്ടവന്മാർക്ക് അടികൊണ്ടതിൽ ആ അടിയിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഞാൻ പറയാതെ വിട്ടുപോയതൊരു കാര്യമുണ്ട്. അതായത് ആ ഒരു കൂട്ടുകാരൻ ചെയ്യുന്ന ഒരു കലാപരിപാടി, ഇവനെ കൂടുതൽ അടി കൊള്ളിപ്പിക്കാൻ, അല്ലെങ്കിൽ ആ 2 പേർക്കുമാണ് ശരിക്കും അടി കിട്ടിയത്. പ്രധാന കാരണം കൂടുതലുള്ളൊരു ചങ്ങായിയാണ്, ആ ഒരു പഹയൻ. അതായത് ഓൻ ഉന്തി തള്ളിയതിന് ശേഷം ഇവർ തിരിച്ച് പ്രകോപിതരാവുന്നതിന് മുമ്പ് തന്നെ ഓൻ അതിൻ്റെ ഇടയ്ക്കൂടെ കൈയിട്ട് ഓൻ്റെ പെരടിക്ക് പിടിച്ചതിന് ശേഷം ഞെക്കിയിട്ടുണ്ട്. നന്നായിട്ടൊന്ന് ഞെക്കിയിട്ടുണ്ട്. ആ ഒരു കൂട്ടുകാരനെ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ ഒരു ഉപകാരമാണ് ഈ ഒരു തടി എനിക്ക് വേണ്ടി ചെയ്ത്. ഓനിക്ക് അടി കിട്ടിയിട്ടുണ്ട് നല്ല രീതിയിൽ. ആ ഒരു വിഷയം കൂടെ ആയപ്പോഴത്തേന്, അതായത് ഇവർ ആ ഒരു വിഷയം ഒഴിവാകുമായിരുന്നു. അതായത് ഓനൊന്ന് തിരിച്ചൊന്ന് പിടിച്ചെള്ളി ആ ഒരു വിഷയം പോകുമായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് മറ്റേ ഈ ഇടയ്ക്കൂടെ കൈയിട്ട് ഓൻ്റെ പെരടിക്ക് പിടിച്ച് ഓനെ കൊല്ലാൻ ശ്രമിക്കുകയാണ്. എന്താണ് അവസ്ഥ എന്ന് ആലോചിച്ച് നോക്ക്. സാമാന്യ ബോധമുള്ളവൻ ചെയ്യും. അപ്പോൾ ആ ഒരു വിഷയം കൂടെ ആയപ്പോഴാണ് ഈ ഒരു പൊരിഞ്ഞ അടി യഥാർത്ഥത്തിൽ സംഭവിച്ചത്. ഇതുപോലുള്ള മണ്ടത്തരം ഒരിടത്തും പോയി കാണിക്കാതിരിക്കുക. ഏറെ ദുഃഖകരമായ അവസ്ഥ. എനിവേ, നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് അറിയപ്പെടുന്നത്. ആദ്യമായിട്ട് വീഡിയോ ലൈക്ക്, ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ഒന്ന് ഹൈപ്പ് ചെയ്ത് കാണുക. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.